ഓക്കെ, ഇതും നമ്മുടെ സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് രണ്ട് ആൾക്കാരുടെ സ്പീഡ് 20 ഉണ്ട്, 30 മീറ്റർ പെർ സെക്കൻഡും ഉണ്ട്. ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 100 മീറ്റർ ഉള്ള സർക്കുലർ ട്രാക്കിൽ അവർ എത്ര പ്രാവശ്യം മീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മീൻസ് റേസ് തീരുന്ന ടൈം അല്ല, ഇവർ ഇൻഫിനിറ്റ് ടൈംസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു ട്രാക്കിൽ എത്ര പ്രാവശ്യം മീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്ര പ്രാവശ്യം മീറ്റ് ചെയ്തു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിന്റെ ആവശ്യമില്ല. പകരം നമുക്ക് വേണ്ടത് ഈ പറയുന്ന രണ്ട് സ്പീഡാണ് വേണ്ടത്. രണ്ട് സ്പീഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുക്കുക. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക 5 പ്രാവശ്യം. 5 തവണ 5 മീറ്റിംഗ് പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. ഈ 5 മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്കുലർ ട്രാക്കിൽ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നത്. ഇനി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ 3 - 1 എടുക്കുക, 3 - 2 എടുക്കുക, 1 ആയിരിക്കും വരുന്നത്. ഒന്നുകൂടി പറയാം, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 3 + 2 സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 + 2 5 മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും വരുന്നത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എത്ര മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും വരുന്നത് കുറയ്ക്കുക. ഇനി ജസ്റ്റ് നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതിനെ 5 ഈക്വൽ ഇതായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 1 2 3 4 5. ഓക്കെ, നമ്മുടെ രണ്ട് ആൾക്കാർ ഇവർ രണ്ടുപേരും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. 3 ഇങ്ങോട്ടേക്ക് പോകുന്നു, 2 ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ 3 ഇവിടെ നിന്ന് 3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. 1 സെക്കൻഡിൽ 3 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അവൻ ഇവിടെ എത്തും. 2 ഇവിടെ നിന്ന് എത്ര വരും, കറങ്ങി ഇവിടെ എത്തും. ഓക്കെ, ഒരു ചാട്ടം ചാടി ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് രണ്ടാമത്തെ ഡിസ്റ്റൻസ് കവർ ചെയ്യാം. അപ്പൊ ഇതായിരിക്കും അവരുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് ഇനി എന്ത് ചെയ്യും, 3 1 2 3 വന്നു. ഓക്കെ, 2 1 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഡയറക്ഷനിലോട്ടാണ് 2 വരുന്നത്. 1 2. അപ്പൊ ഇതായിരിക്കും അവരുടെ സെക്കൻഡ് മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ 3 ഇവിടെ നിന്ന് 1 2 3 ഇവിടെ എത്തി. അതേസമയം 2 ഇവിടെ ഇപ്പൊ നിൽക്കുന്ന അവൻ 1 2 ഇവിടെ എത്തി. അപ്പൊ ഇതാണ് അവരുടെ തേർഡ് മീറ്റിംഗ് പോയിന്റ്. ഓക്കെ, തേർഡ് മീറ്റിംഗ് പോയിന്റ്. ഇനി അടുത്തത്, ഇനിയിപ്പോ 3 ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, 3 ഇങ്ങോട്ടേക്ക് പോകണം അല്ലെ. 1 2 3 ഇവിടെ എത്തി. 2 ഇവിടെ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് വരണം. 1 2 ഇവിടെ എത്തി. ഇതാണ് അവിടെ ഫോർത്ത് മീറ്റിംഗ് പോയിന്റ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 3 എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 1 2 3 ഇവിടെ എത്തും. ഓക്കെ, 2 എന്ത് ചെയ്യും, ഇവിടെ നിന്ന് തിരിച്ചിവിടെ എത്തും. അപ്പൊ ഇതാണ് 5ാമത്തെ മീറ്റിംഗ് പോയിന്റ്. ഇനി നമുക്ക് 6ാമത്തെ സപ്പോസ് ഉണ്ടോ എന്ന് നോക്കാം. 6ാമത്തെ ആണെങ്കിൽ നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് പോയിന്റിൽ തന്നെ എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കറങ്ങി ഇവിടെ എത്തും, 2 ഇവിടെ എത്തും. ഇങ്ങനെ 5 മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സെയിം മീറ്റിംഗ് പോയിന്റ് എണ്ണം കണ്ടുപിടിക്കാനായിട്ട് സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുക. സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക.